സമൂഹത്തിൽ ഈ കപട നേതൃത്വം ഉണ്ടാക്കിയെടുത്ത പ്രമാണങ്ങളോടുള്ള നിഷേധാത്മക നിലപാടാണെന്നതിൽ ആർക്കും തർക്കമുണ്ടാവാനിടയില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ വിചാരങ്ങളിലും കാഴ്ചപ്പാടുകളിലും ഉണ്ടാക്കിയ പരിവർത്തനം സമൂഹത്തെ ധാർമ്മികമായും സാമൂഹികമായും വിദ്യാഭ്യാസപരമായും കൈവിട്ടുപോയ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു. ഇത് യാഥാസ്ഥിതിക പൗരോഹിത്യത്തിനുണ്ടാക്കിയ വിഷമതകൾ തെല്ലൊന്നുമല്ല. പരിവർത്തനത്തിന്റെ ഈ കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ പൗരോഹിത്യം തുടർന്നു വന്ന അനാചാരങ്ങൾ കൈവിട്ടുപോകുമെന്ന വ്യഗ്രതയിൽ പരിശുദ്ധ ഖുർആനിനെയും തിരുചര്യയെയും വരെ തങ്ങളുടെ ഹിതങ്ങൾക്കനുസരിച്ച് ദുർവ്യാഖ്യാനിക്കുന്നതുവരെ എത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. ആര് പറഞ്ഞു സഹായം അള്ളാഹുവോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ? പരിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ ആയത്തിലും അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല, അല്ലാഹു തആല വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാം. സഹായം പരസ്പരം സഹായിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ്. തൗബ സൂറത്തിന്റെ 71-ാമത്തെ ആയത്ത്. മുഅ്മിനീങ്ങൾ ശരിയായ വിശ്വാസികൾ പരസ്പരം സഹായികളാണ്. ഇനി നിങ്ങൾ നോക്കൂ, അൻസാരികൾ എന്ന് പറഞ്ഞ സഹാബികൾ, ഒരു വിഭാഗത്തിന്റെ പേര് അൻസാരികൾ, സഹായികൾ എന്നതിന്റെ അർത്ഥം തന്നെ. എന്താണ് അവർക്ക് അൻസാരികൾ എന്ന് പേര് വന്നത്? ആ സഹാബികൾ സഹായിക്കുന്നവരായതുകൊണ്ടാണ്. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, എന്നവരെ സംബന്ധിച്ച് വല്ലദീന ആവവ നസറു, സഹായിക്കുന്നവരാണ് അവർ എന്നവർ. അല്ലാഹു പറയുന്നു, അല്ലാഹു സഹായിക്കുമെന്ന് വിശ്വസിക്കണം, റസൂലുള്ളാഹി സഹായിക്കുമെന്ന് വിശ്വസിക്കണം, അല്ലാഹുവിന്റെ മുഅ്മിനീങ്ങൾ സഹായിക്കുമെന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. ഖുർആൻ അങ്ങനെയാ പറയും, ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ. നിങ്ങളെ സഹായി അല്ലാഹുവാണ്. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും നിങ്ങളെ സഹായിയാണ്. വല്ലദീന ആമനു ലദീന യുഖീമൂന സ്വലാത്ത വയൂതൂന സകാത്ത വഹും റാകിഊൻ. നിസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും റുകൂ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന മഹാന്മാർ, ആ മഹാന്മാർ നിങ്ങളെ സഹായിയാണ്. അപ്പൊ അല്ലാഹു തആല ആരൊക്കെ സഹായിക്കുന്ന പറഞ്ഞത്? അല്ലാഹ് സഹായിക്കും, റസൂലുള്ളാഹി സഹായിക്കും, മഹാന്മാർ സഹായിക്കും. ഇത് പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, വമയ്യതവല്ലല്ലാഹ, ആരെങ്കിലും അല്ലാഹുവിനെ രക്ഷാധികാരിയായി സ്വീകരിച്ചാൽ, വറസൂലഹു, അല്ലാഹുവിന്റെ റസൂലിനെ രക്ഷാധികാരിയായി സ്വീകരിച്ചാൽ, വല്ലദീന ആമനു, സത്യവിശ്വാസികളെയും രക്ഷാധികാരിയായി സ്വീകരിച്ചാൽ, ബദരീങ്ങളെയും മുഹീദീശികളെയും റസൂലുള്ളാഹിയും അമ്പിയാക്കളെയും മൗലിയാക്കളെയും അതൊക്കെ പെട്ടു. അതിൽ എല്ലാ മഹാന്മാരായ സത്യവിശ്വാസികളും പെട്ടു. വല്ലദീന ആമനു, വിശ്വാസികളെയും സഹായികളായി വെച്ചാൽ, സംരക്ഷകരായി വരിച്ചാൽ അവർ അല്ലാഹുവിന്റെ പാർട്ടിയാണ്. എന്നാൽ പൂർവകാലത്തെ പ്രമുഖരായ സുന്നി പണ്ഡിതന്മാരുടെ ഖുർആൻ പരിഭാഷകളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ളതോ ഇതിന് യോജിക്കുന്നതോ ആയ വിശദീകരണങ്ങൾ കാണുക സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ അംഗീകരിക്കുന്ന ഒറ്റ പരിഭാഷയും ഫത്ഹുൽ മുഈനിനും ഇല്ല, ഖുർആനിനും ഒരാളും എഴുതിയിട്ടില്ല കേട്ടോ. ഞാൻ അംഗീകരിക്കുന്ന ഒറ്റ പരിഭാഷയില്ല. കാരണം ആ പരിഭാഷകളൊന്നും അതിന്റെ മൂലഗ്രന്ഥങ്ങളോട് ഒരുപോലെ അതിന്റെ ശരിയായ വശം സൂക്ഷിച്ചിട്ടില്ല, നീതി കാണിച്ചിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പരിഭാഷക്കാർ കാരണം അവർക്ക് അവരുടെ കിതാബിന്റെ ഇബാറത്തിനെ സംബന്ധിച്ച് വേണ്ടതുപോലെ പഠിക്കാത്ത ചില രീതിയ പരിഭാഷകളുണ്ട്. ഇത് ഇദ്ദേഹത്തിന് മാത്രമായി സംഭവിച്ച ഒരു സ്വാഭാവിക അബദ്ധമല്ല. വളരെ ആസൂത്രിതമായ ഗൂഢശ്രമത്തിന്റെ ഒരു കണ്ണി മാത്രമാണ് ഇദ്ദേഹം. ഏതാനും ചില ഉദാഹരണങ്ങൾ കൂടി ശ്രദ്ധിക്കുക. എന്റെ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, രക്ഷിതാക്കളെ, ഖുതുബുസ്സമാനെ എവിടെ വെച്ചും വിളിച്ചോ, മഹാനവറുകളോട് എവിടെ വെച്ചും വിഷമം പറഞ്ഞോ, അത് കേൾക്കാനുള്ള കഴിവ് റബ്ബ് കൊടുത്തിട്ടുണ്ട്. ഖുതുബുസ്സമാന് റബ്ബിനോട് വല്ലതും പറഞ്ഞാൽ അത് അല്ലാഹു തട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാര്, മഹത്തുക്കള്, ഔലിയാക്കന്മാർ ഇത്തരം ബന്ധം സ്ഥാപിക്കാനുണ്ടായ കാരണമെങ്കിൽ ആ പഴയകാല സംസ്കാരത്തിലേക്ക് തിരിച്ചു പോവുക. അല്ലാഹുവിന്റെ യഥാർത്ഥ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട അടിമകൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരാണ്. ഔലിയാക്കളെ സ്നേഹിക്കാത്തവർക്ക് അല്ലാഹുവിന്റെ തൃപ്തിയില്ല.
മുഹ്യിദ്ദീൻ തങ്ങളെ 1000 പ്രാവശ്യം വിളിച്ചാൽ മുറാദ് ഹാസിലാകുമോ? എന്നെ 1000 തവണ വിളിച്ചാൽ, മെനക്കെട്ട് വിളിക്കാൻ തയ്യാറായാൽ ഞാന് അവനെ സഹായിക്കും. അത് മൊയ്തീൻ ഷേഖിന്റെ വെബ്സൈറ്റാ. അത് 1000 തവണ www അങ്ങനെ ഒരുപാട് ഡബ്ല്യൂല്ലേ. മൊയ്തീൻ ഷേഖിന്റെ W 1000 തവണ പറയണം, എന്നാലേ വിഷയം കിട്ടുണ്ടാവുള്ളൂ. ഇപ്പൊ മനസ്സിലാവില്ല, മൂപ്പർ വെബ്സൈറ്റ് അതാ. ഖുർആനിനേക്കാളും സുന്നത്തിനേക്കാളും ഈ പണ്ഡിത വേഷധാരികളുടെ വാക്കുകൾക്ക് പ്രാമാണികത കൽപ്പിക്കുന്ന സമൂഹത്തെ അടിസ്ഥാനരഹിതമായ ഇത്തരം ഫത്വകളിലൂടെ അതിഗുരുതരമായ ഖബറാരാധനയിൽ തന്നെ തളച്ചിടുന്നതിനാണ് ഇവർ ശ്രമിക്കുന്നത്. ആധുനിക സമൂഹത്തിൽ അതിമാരകമായി ബാധിച്ച ഖബറാരാധനയുടെ നേർക്കാഴ്ചയിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. മൺമറഞ്ഞവരുടെ മക്ബറകളിൽ കൈയുയർത്തി പ്രാർത്ഥിക്കുന്ന ഈ കപട പാണ്ഡിത്യം സമൂഹത്തെ വഴിതെളിക്കുന്നത് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത ശിർക്കിലേക്കാണെന്നതിൽ ഒട്ടും സംശയമില്ല. മതത്തിന്റെ പ്രാമാണിക ചട്ടക്കൂടിനെ നിരാകരിച്ചവർക്ക് അന്യമതാചാരങ്ങളും മതമായി പരിചയപ്പെടുത്താൻ തടസ്സങ്ങൾ ഏതുമില്ല. അഗ്നി ആരാധനയുടെ ഏറ്റവും പ്രചാരം നേടിയ രൂപമായ ദീപാരാധന ഹൈന്ദവ ക്ഷേത്രങ്ങളിലും മറ്റും ബഹുദൈവാരാധനയുടെ വേറിട്ട് നിൽക്കുന്ന രൂപമാണ്. എന്നാൽ ഖബറാരാധകരുടെ ഇടയിൽ പ്രചുര പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കർമ്മം ഇന്ന് കേരളത്തിലും സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ്. പൗരോഹിത്യത്തിന്റെ വീൺവാക്കുകളിൽ വിശ്വാസ വൈകല്യം സംഭവിച്ച ഒരു സാധു മനുഷ്യൻ മക്ബറയിൽ ഭക്ത്യാദരപൂർവം നിലവിളക്ക് കത്തിക്കുന്ന അതിദയനീയമായ രംഗമാണിത്. ലോകരക്ഷിതാവായ അല്ലാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പരമമായ ആരാധനാരൂപമാണ് സുജൂദ്. അതുകൊണ്ട് തന്നെ മനുഷ്യർക്കോ മറ്റു ജീവജാലങ്ങൾക്കോ വസ്തുക്കൾക്കോ രൂപങ്ങൾക്കോ മുമ്പിലുള്ള സുജൂദ് അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത കൊടിയ ശിർക്കാണെന്നതിൽ ഒട്ടും സംശയമില്ല. തീരാ സങ്കടങ്ങളുടെ കാണാ കയങ്ങളിൽ പെട്ടുവരുന്ന പാമര ജനങ്ങളെ വിശ്വാസ ചൂഷണത്തിനിരയാക്കി ഏകദൈവാരാധനയുടെ പ്രതീകമായ സുജൂദ്, റുകൂഅ് എന്നിവ ശിർക്കൻ വിശ്വാസത്തിന്റെ വിഹാര കേന്ദ്രമായ മക്ബറകളിൽ വരെ കൊണ്ടെത്തിച്ചു എന്നതാണ് യാഥാസ്ഥിതിക പൗരോഹിത്യം സമുദായത്തിന് നൽകിയ ഹീനമായ സംഭാവന. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഖബറിടത്തിൽ മനമുരുകി സങ്കടങ്ങൾ അർപ്പിക്കുന്നവർ റുകൂഅ്, സുജൂദുകൾ നിർവഹിക്കുകയും അതിനായി ഊഴം കാത്തു നിൽക്കുകയുമാണ് ഇവിടെ. വിചാരണ നാളിൽ അല്ലാഹുവിന്റെ സവിധത്തിൽ നിത്യയാതനയുടെ നരകത്തിൽ നിന്നും ഒരിക്കലും കരകയറാത്ത വിധം മനുഷ്യരെ നിത്യനാശത്തിലേക്ക് നയിക്കുന്നത് ഈ പൗരോഹിത്യത്തിന്റെ അടിസ്ഥാനരഹിതമായ ഫത്വകൾ തന്നെ എന്നതിന് ഈ ഉദാഹരണം തന്നെ ധാരാളം. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام لتفتروا على الله الكذب إن الذين يفترون على الله الكذب لا يفلحون. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇത് അനുവദനീയമാണ്, ഇത് നിഷിദ്ധമാണ് എന്നിങ്ങനെ കള്ളം പറയരുത്. നിങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുകയത്രേ അതിന്റെ ഫലം. അല്ലാഹുവിന്റെ പേരിൽ കള്ളം കെട്ടിച്ചമയ്ക്കുന്നവർ വിജയിക്കുകയില്ല തീർച്ച. അല്ലാഹുവിനെ ആരാധിക്കുന്നതിനായി ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമയും മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമയും ഭൂമുഖത്ത് ആദ്യമായി പടുത്തുയർത്തിയ ഭവനമായ കഅബയിൽ മാത്രം അനുവദനീയമായ തവാഫും സഅയും മക്ബറകളിലേക്ക് കടന്നു വന്നത് യാദൃശ്ചികമല്ല. വിശുദ്ധ കഅബാലയത്തെ പോലെ മക്ബറകൾക്ക് മഹത്വം കൽപ്പിക്കുന്നതിനായി കണ്ടുപിടിച്ച കുറുക്കുവഴികൾ സമൂഹത്തെ നയിക്കുന്നത് സമൂല നാശത്തിലേക്കാണെന്നതിൽ സംശയമില്ല. മതാചാരങ്ങളിൽ അങ്ങേയറ്റം അധപ്പതിച്ച് ഹൈന്ദവാചാരങ്ങളോട് വരെ
കിടമത്സരം നടത്തുന്നതാണ് യാഥാസ്ഥിതികത്വത്തിന്റെ ആധുനിക ചിത്രം. അത്യന്തം അപകടകരമായ ഈ അബദ്ധസഞ്ചാരത്തിന് ലാഘവ ബുദ്ധിയോടെ അനുമതി നൽകുന്നത് ഒരു സാധാരണ സഖാഫിയോ അഹ്സനിയോ അല്ല. കേരളത്തിലെ പുരോഹിത കൂട്ടത്തിന്റെ തലമുതിർന്ന നേതാവിന്റെ ഈ വരികളിലൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام. ഹൈന്ദവാചാരങ്ങളിലെ അവിഭാജ്യ ഘടകമാണ് പൂവ്. പൂജകൾക്കും മറ്റു ഉപാസനാ കർമ്മങ്ങൾക്കുമാണ് ഹൈന്ദവർ പ്രധാനമായും പൂവ് ഉപയോഗിക്കുന്നത്. പ്രവാചകനോ അനുചരന്മാരോ പൂവിനോ അതുപയോഗിച്ചുകൊണ്ടുള്ള ആരാധനകൾക്കോ അനുമതിയോ അംഗീകാരമോ നൽകുകയുണ്ടായിട്ടില്ല. എന്നാൽ പൂമൂടൽ ഇന്ന് മക്ബറകളിലെ ഒരു സുപ്രധാന ആചാരമായി ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യയിലെ ഒരു കേളികേട്ട മക്ബറയിലെ പൂമൂടൽ ആചാരമാണ് ഇത്. യാഥാർത്ഥ്യം ഇങ്ങനെയൊക്കെയായിട്ടും ഇതിനെയും ഇസ്ലാമികവൽക്കരിക്കാനുള്ള പൗരോഹിത്യത്തിന്റെ അതിസാഹസികതയാണ് ആശ്ചര്യം ജനിപ്പിക്കുന്നത്. ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇനി ചോദ്യത്തിൽ പറഞ്ഞതുപോലെ പൂവിടുന്ന കാര്യവും അതും അങ്ങനെ തന്നെയാണ്. പൂവ് എന്ന് പറയുന്നത് തീപുള്ള സുഗന്ധമുള്ള വസ്തുവാണ്. അപ്പം ആ വസ്തു അവിടെ ഇടുന്നത് അതിനൊരു ആരാധന അർപ്പിക്കലല്ല. ആ ഉദ്ദേശത്തിൽ അയ്യനവർ ചെയ്യുന്നത് പോലെ ചെയ്യുകയാണെങ്കിൽ അത് പാടില്ല എന്നതിൽ പറയേണ്ടതില്ല. ഖബർ കിടക്കുന്ന ആൾക്ക് ആരാധന നടത്തലെന്ന ഉദ്ദേശത്തോടുകൂടാണെങ്കിൽ അത് ശിർക്കന്നെയാവും, അതിലും തർക്കമില്ല. അതേ സ്ഥാനത്ത് അവിടെ നല്ല സുഗന്ധമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ യാതൊരു പന്തികേടുന്നില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം രചിച്ച ഫതുഹുൽ മുഈനിൽ റൈഹാൻ ഇർജാൻ വെക്കുന്നത് സംബന്ധിച്ച് പറയുന്നുണ്ട്. നല്ല വാസനയുള്ളതാണല്ലോ. അപ്പോൾ യുസന്നു വളഉ ജരീദത്തിൻ ഖളറാ എന്ന് പറഞ്ഞിട്ട് പച്ചപിടിപ്പുള്ള എന്തെങ്കിലും വസ്തു നമ്മൾ കബറുംപുറത്ത് കുത്തലുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു വഖീസ ബിഹ ഇതിനോട് തുല്യമാക്കപ്പെട്ടിരിക്കുന്നു മഅതീദ മിൻ തർഹി നഹ്വിർ റൈഹാൻ, റൈഹാൻ പോലെയുള്ളത്. അപ്പം ആ പോലത്തിൽപ്പെടും ഈ പുഷ്പങ്ങൾ. അത് ഇടുന്നതും എന്താകുന്നു, പുണ്യകരമാകുന്നു. എന്തുദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ നല്ല വാസന ഉണ്ടാക്കുക. നല്ല വാസന ഉണ്ടായാലുള്ള ഗുണമെന്ത്? റഹ്മത്തിന്റെ മലായിക്കത്ത് ഇഷ്ടപ്പെടുന്നതും അവർ വർഷിക്കുന്നതുമാണ് നല്ല വാസനകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശത്തിൽ പുഷ്പം അവിടെ വിതറുന്നതിലും പന്തികേടില്ല. മറ്റു കാര്യങ്ങളെല്ലാം ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് അതിലും പന്തികേടില്ലെന്ന് മാത്രമല്ല, ഔലിയാക്കന്മാരെ കൊണ്ട് ബറക്കത്തെടുക്കൽ സുന്നത്ത് കൂടിയാകുന്നു. وَإِنَّ مِنْهُمْ لَفَرِيقًا يَلْوُونَ أَلْسِنَتَهُم بِالْكِتَابِ لِتَحْسَبُوهُ مِنَ الْكِتَابِ وَمَا هُوَ مِنَ الْكِتَابِ وَيَقُولُونَ هُوَ مِنْ عِندِ اللَّهِ وَمَا هُوَ مِنْ عِندِ اللَّهِ وَيَقُولُونَ عَلَى اللَّهِ الْكَذِبَ وَهُمْ يَعْلَمُونَ. വേദഗ്രന്ഥത്തിലെ വാചക ശൈലികൾ വളച്ചൊടിക്കുന്ന ചിലരും അവരുടെ കൂട്ടത്തിലുണ്ട്. അത് വേദഗ്രന്ഥത്തിൽപ്പെട്ടതാണെന്ന് നിങ്ങൾ ധരിക്കുവാൻ വേണ്ടിയാണത്. അത് വേദഗ്രന്ഥത്തിലുള്ളതല്ല. അവർ പറയും അത് അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ളതാണെന്ന്. എന്നാൽ അത് അല്ലാഹുവിങ്കൽ നിന്നുള്ളതല്ല. അവർ അറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുകയാണ്. എന്നാൽ പൂമൂടൽ കേരളത്തിലില്ലെന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളുകയാണ് പൗരോഹിത്യത്തിന്റെ പതിവ്. ഇത് കൊല്ലം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടാണിത്തങ്ങൾ ദർഗ ഉയർത്തിക്കെട്ടി പച്ച പുതച്ച ഖബറിന് മുകളിൽ വിതറിയ പൂവും നിവേദ്യമായി നൽകുന്ന പഴവും കത്തി നിൽക്കുന്ന നിലവിളക്കും ഈ വികല വിശ്വാസത്തിൽ വിലയം പ്രാപിച്ച ആധുനിക യാഥാസ്ഥിതിക സമൂഹത്തിന്റെ പരിച്ഛേദമാണ്. അടിസ്ഥാനരഹിതമായ ഹൈന്ദവ വിശ്വാസങ്ങളോടുള്ള അനുരാഗം ഇവിടെയും അവസാനിക്കുന്നില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഔലിയാക്കളുടേതെന്ന മിഥ്യാധാരണയിൽ അവരുടെ മക്ബറകളിൽ